ഇതെനിക്ക് വാട്സപ്പിൽ പരിവാറിൻ്റെ ഇത് വന്നതാ. അപ്പോൾ ഇതിൽ വണ്ടി നമ്പർ ഡീറ്റെയിൽ കിടത്തപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു APK എന്നൊരു ഫയലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഈ സമൻസിൻ്റെ വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയതാണ്. അപ്പോൾ അത് ഓപ്പൺ ആവണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാണിച്ചു. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതാണ്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ അത് ഒരു ടൈമർ പോലെ ഇങ്ങനെ സ്റ്റക്ക് കാണിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നോർമലായിട്ട് ബാക്ക് അടിച്ചിട്ട് ക്യാൻസൽ ചെയ്തിട്ട് ഇതാക്കി. പക്ഷേ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി. ഒരു 26,595 രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പിടിച്ചു. അപ്പോൾ ഇതിപ്പോഴത്തെ ഒരു സ്കാമാന്ന് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ കംപ്ലൈൻറ്റ് കൊടുക്കാൻ വന്നപ്പോൾ ഇതിപ്പോൾ ഞാൻ ആ 7ാമത്തെ ആളാണ്. അപ്പോൾ നമ്മുടെ പട്ടിക്കാട് സ്റ്റേഷൻ്റെ പരിധിയിൽ തന്നെ 4 കേസുകളോളം വന്നിട്ടുണ്ട്. അപ്പോൾ സംഭവം ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. നമസ്കാരം, ഞാൻ തിരുവനന്തപുരം റൂറൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറാണ്. പേര് സന്തോഷ്. ഞാൻ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെസ്സേജ് ഇടുന്നത്. ഈ 2 ദിവസമായിട്ട് തിരുവനന്തപുരത്ത് പലർക്കും വാട്സപ്പ് വഴി പരിവാഹൻ്റെ, അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ട്രാഫിക് വയലേഷൻ്റെ പെറ്റി എന്നുള്ള നിലയിൽ വാട്സപ്പ് വഴി വരുന്ന മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പരിവാഹൻ്റെ ആൾക്കാർ അത് അല്ലെങ്കിൽ നമ്മുടെ MVDയുടെ സൈറ്റിൽ നിന്ന് നമ്മുടെ SMS വഴിയാണ് മെസ്സേജസ് വരുന്നത്. വാട്സപ്പ് വഴിയുന്ന മെസ്സേജിൻ്റെ കൂടെ ഒരു APK, ഒരു ആപ്ലിക്കേഷനും കൂടി, ഒരു ഫയലും കൂടി അയക്കാറുണ്ട്. അത് ഡൗൺലോഡ് ചെയ്യാനാണ് അവർ പറയുന്നത്. ഇത് ഡൗൺലോഡ് ചെയ്തിട്ട എല്ലാ ആൾക്കാർക്കും സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഈ ഫോണിൽ ഡൗൺലോഡ് ചെയ്യുന്ന ഏത് ഫോണിലാണോ ആ ഫോണിൽ ആക്റ്റീവായിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകൾ, അത് ഗൂഗിൾ പേ ആയാലും അല്ലാതെ ഫോൺ പേ ആയാലും ഇല്ലെങ്കിൽ ബാങ്കുകളുടെ ആപ്ലിക്കേഷൻ ആയാലും അതുവഴി കയറിയിട്ട് അവർ പൈസ എടുത്തിട്ടുണ്ട്. അങ്ങനെ 12,000 രൂപ മുതൽ 1,70,000 രൂപ വരെ പോയിട്ടുണ്ട്. ഇന്ന് റിപ്പോർട്ട് ചെയ്ത 6 കേസുകളിലായിട്ട്. വളരെ സങ്കടകരമായ അവസ്ഥയാണ്. നമ്മളെയൊക്കെ വളരെ സാധാരണക്കാരായ ആൾക്കാർ ബാങ്ക് ലോൺ എടുക്കാനും അല്ലെങ്കിൽ ലോൺ തിരിച്ചടയ്ക്കാനും ശമ്പളം കിട്ടിയ പൈസയുണ്ട്. അങ്ങനെ ഒരുപാട് പൈസകൾ പോയിട്ടുണ്ട്. വളരെയധികം ശ്രദ്ധിക്കുക. വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾ വളരെയധികം, നമുക്ക് അറിഞ്ഞുകൂടാത്ത വരുന്ന നമ്പറിൽ നിന്ന് വരുന്ന ഒരു മെസ്സേജുകളും ഒരു സാധനങ്ങളും ക്ലിക്ക് ചെയ്ത് നോക്കരുത്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വാഹനത്തിൻ്റെ പെറ്റി SMS വഴി മാത്രമേ വരാറുള്ളൂ. വാട്സപ്പ് വഴി വരുന്നത് മുഴുവൻ ഫേക്കാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. താങ്ക് യു.